വെൽക്കം ബാക്ക് ടു ടാഗോർ അക്കാഡമി. ടാഗോർ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവറിൻ്റെ എക്സാം ആയിരുന്നു. അപ്പോൾ അതിനകത്തിൽ നിന്ന് നമ്മുടെ ടോപ്പിക്കിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാം. എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. ആ ക്വസ്റ്റ്യൻ പോലും മാറാതെ അതേ രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ഇതുപോലുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും ബാക്കി കണക്കിൻ്റെ എല്ലാ ക്ലാസ്സുകളും RRB ബേസ് ചെയ്തിട്ടായാലും SSC ബേസ് ചെയ്തിട്ടായാലും നമ്മുടെ PSC ബേസ് ചെയ്തിട്ടായാലും ചോദിക്കാവുന്നതും ചോദിച്ചിട്ടുള്ളതുമായതും അല്ലെങ്കിൽ സിലബസിലുള്ളതുമായ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ദയവേത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെല്ലൈക്കണം കൂടി ഒന്ന് ഇനേബിൾ ചെയ്തിടേണ്ടതാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. ദേ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ക്ലോക്കിലെ സമയം 9:15 ആണെങ്കിൽ കണ്ണാടിയിലെ അതിൻ്റെ പ്രതിബിംബം കാണിക്കുന്ന സമയം എത്ര? പ്രതിബിംബം ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് ഇവിടുത്തെ സമയം നോക്കുക, 9:15 എന്നുള്ളതാണ് സമയം. 9:15 ഇതിനകത്ത് ഈ ഹവേഴ്സിനെ സൂചിപ്പിക്കുന്നത്, മണിക്കൂറിനെ സൂചിപ്പിക്കുന്നത് 9 ആണ് അല്ലേ. 9 എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹവേഴ്സിനെ സൂചിപ്പിക്കുന്നത് 11-ന് താഴെയാണെങ്കിൽ, ഹവേഴ്സിനെ സൂചിപ്പിക്കുന്ന സംഖ്യ 11-ന് താഴെയാണെങ്കിൽ എന്ത് ചെയ്യുക? 11.60 നിന്നും മൈനസ് ചെയ്യുക. ഹവേഴ്സിനെ സൂചിപ്പിക്കുന്ന സംഖ്യ 11-ന് താഴെയാണെങ്കിൽ എന്ത് ചെയ്യുക? നമ്മൾ 11.60 നിന്നും മൈനസ് ചെയ്യുക. അതായത് മൈനസ് ചെയ്ത് നോക്കി എത്ര കിട്ടും നമുക്ക്? 2.45 എന്ന ആൻസർ കിട്ടും. 2.45 എന്ന ആൻസർ കിട്ടും. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ ആയിരുന്നു. എ എന്ന് പറയുന്ന ഓപ്ഷനിലായിരുന്നു കൊടുത്തിരുന്നത് 2.45. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 2007 ജനുവരി 1 തിങ്കളാഴ്ചയായാൽ 2017 ജനുവരി 1 ഏത് ദിവസമായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 2007 ജനുവരി 1 എന്താണ്? ജനുവരി 1 തിങ്കളാണ് അല്ലേ, മൺഡേ ആണ് പറഞ്ഞത്. മൺഡേ ആണ്. അങ്ങനെയാണെങ്കിൽ 2017 ജനുവരി 1 ഏത് ദിവസമാണ് എന്നാണ് ചോദ്യം. ആദ്യം നമ്മൾ നോക്കേണ്ടത് 2007 മുതൽ 2017 വരെ എത്ര വർഷങ്ങളുണ്ട് എന്ന് നോക്കണം. 2007 മുതൽ 2017 വരെ എത്ര വർഷങ്ങളുണ്ട് എന്ന് നോക്കുക. അതിനെന്ത് ചെയ്താൽ മതി? 2017 നിന്നും 2007 കുറച്ച് നോക്കിയാൽ മതി. എത്ര വർഷമുണ്ടെന്ന് കിട്ടും അല്ലേ? 10 വർഷമുണ്ട് ഇതിനിടയിൽ അല്ലേ. 2007 മുതലും 2017 വരെ ഇതിനുള്ളിൽ 10 വർഷങ്ങളുണ്ട്. ഇതിനിടയിൽ 10 വർഷങ്ങളുണ്ട്. ആ 10 വർഷത്തിൽ നമ്മളൊന്ന് എഴുതി നോക്കിക്കഴിഞ്ഞാൽ 2007, 2008, 2009, 2010, 2011, 2012, 2013, 2014, 2015, 2016, 2017 അല്ലേ. ഇതിനകത്തിൽ എത്ര ലീപ്പ് ഇയർ ഉണ്ടെന്ന് നോക്കുക. എത്ര ലീപ്പ് ഇയർ ഉണ്ട്? ലീപ്പ് ഇയർ മീൻസ് എന്താ? 4 വർഷം കൂടിയിരിക്കുമ്പോഴാണ് ലീപ്പ് ഇയർ ഉണ്ടാകുന്നത്. ആ ഒരു വർഷത്തിൽ ഫെബ്രുവരി എന്ന് പറയുന്ന മാസത്തിൽ ഒരു ദിവസം കൂടുതലാണെന്ന് നമുക്കറിയാം അല്ലേ. ഏതൊക്കെയാണ് ലീപ്പ് ഇയർ? 4 കൊണ്ട് പൂർണ്ണമായിട്ടും ഹരിക്കാൻ കഴിയുന്ന വർഷത്തെയാണ് നമ്മൾ ലീപ്പ് ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, 2007 മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും 4 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന എത്ര വർഷങ്ങളുണ്ടെന്ന് നോക്കുക. ഇതേ നോക്കിയാൽ 2008 അതിനെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2012 അതിനെയും 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാം. 2016 അതിനെയും 4 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാം. അതായത് ഈ 3 വർഷങ്ങൾ ലീപ്പ് ഇയർ ആണ്. അപ്പോൾ ലീപ്പ് ഇയർ എത്ര വർഷമുണ്ട്? 3 എണ്ണം ഉണ്ട്. 10 വർഷമുണ്ട് ഇതിൻ്റെ ഇടയിൽ. 2007 മുതൽ 2017 വരെ 10 വർഷമുണ്ട്. ഇതിൻ്റെ ഇടയിൽ ലീപ്പ് ഇയർ ആയിട്ട് ഒരു 3 വർഷമുണ്ട്. എന്താ ചെയ്യേണ്ടത്? ഈ 10ൻ്റെ കൂടെ ഈ 3 അങ്ങ് കൂട്ടുക. 10ൻ്റെ കൂടെ 3 കൂട്ടുക. 10ൻ്റെ കൂടെ 3 കൂട്ടിയാൽ 13 എന്ന് കിട്ടും അല്ലേ. 10ൻ്റെ കൂടെ 3 കൂട്ടിയാൽ 13. ഇനി എന്ത് ചെയ്യുക? ഈ 13നെ 7 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുക. 13നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു 7 കിട്ടും അല്ലേ. ബാക്കി ബാലൻസ് എത്ര കിട്ടും? 6 എന്ന് കിട്ടും. ഇവിടെ എന്താ പറഞ്ഞത്? തിങ്കളാഴ്ചയാണെന്നാണ് പറഞ്ഞത്. ജനുവരി 1 തിങ്കളാഴ്ചയാണ്. ഈ 6നെ തിങ്കളിൻ്റെ കൂടെ ഒന്ന് കൂട്ടി നോക്കുക. ഈ 6നെ തിങ്കളിൻ്റെ കൂടെ കൂട്ടി നോക്കിയാൽ നമുക്കറിയാം തിങ്കൾ അതിൻ്റെ കൂടെ 6 കൂട്ടണം അല്ലേ. ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ. ആൻസർ എത്ര? ഞായർ. ഏതാ ഓപ്ഷൻ കിടക്കുന്നത്? ഓപ്ഷൻ സി ആണ് കൊടുത്തേക്കുന്നത്. ഓപ്ഷൻ സി. മനസ്സിലായോ പറഞ്ഞത്? ആദ്യം എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന വർഷങ്ങൾക്കിടയിൽ എത്ര വർഷങ്ങളുണ്ടെന്ന് കണ്ടുപിടിക്കുക. അതിൽ എത്ര ലീപ്പ് ഇയർ ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. ആ വർഷത്തിൻ്റെ എണ്ണവും ലീപ്പ് ഇയറും തമ്മിൽ കൂട്ടുക. അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. ബാലൻസ് എത്ര ആണോ വരുന്നത് അതിനെ തന്നിരിക്കുന്ന
ദിവസത്തിൻ്റെ കൂടെ കൂട്ടുക. ഇതാണ് സിമ്പിൾ ട്രിക്ക്. ഓക്കെ ആണോ? ഇതേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു ക്ലോക്കിലെ സമയം 7:20 ആണെങ്കിൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ പ്രതിബിംബമാണെങ്കിൽ ഇവിടുത്തെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? കോണളവാണ് ചോദിച്ചിരിക്കുന്നത്. 7:20 അതാണ് നമുക്ക് തന്നിരിക്കുന്ന സമയം 7:20. രണ്ട് രീതിയിൽ നമുക്ക് ചെയ്ത് നോക്കാം. ഒന്ന് ഇക്വേഷൻ വെച്ച് നമുക്ക് ചെയ്ത് നോക്കാം. ഇക്വേഷൻ വെച്ച് എന്തായിരുന്നു ഇക്വേഷൻ? 7:20 ഇക്വേഷൻ എന്താ? ആംഗിൾ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ 30h മൈനസ് 11/2m. ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ? 30h മൈനസ് 11/2m. ഇവിടെ നോക്കിയേ, എച്ചിൻ്റെ അവിടെ ഹവറിൻ്റെ ഇത് കൊടുക്കണം അല്ലേ? ഹവറിനെ സൂചിപ്പിക്കുന്ന നമ്പർ കൊടുക്കണം. 30 × 7 അല്ലേ? 30 × 7 മൈനസ് 11/2 എമ്മിൻ്റെ അവിടെ എന്താ? മിനിറ്റ് 20. 30 × 7 എത്ര കിട്ടും? 7 3 21 210 മൈനസ് 11/2 അല്ലേ? 2ഉം 20യും കൂടെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് 10 എന്ന് കിട്ടും. 10 × 11 110 എന്ന് കിട്ടും. 110 ആൻസർ എത്ര കിട്ടും? ബാക്കി 100 എന്ന് കിട്ടും. 100 കോണളവ് എത്ര കിട്ടി? നമുക്ക് 100 ഡിഗ്രി എന്ന് കിട്ടി. ഏതാ ഇക്വേഷൻ നമ്മൾ ഉപയോഗിച്ചത്? 30h മൈനസ് 11/2m. 30h മൈനസ് 11/2m. ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ ദേ നോക്കിയാൽ ഇല്ലെങ്കിൽ 7:20 നമുക്ക് തന്നേക്കുന്ന ടൈം അല്ലേ? 7:20 7നെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ സൂചി എവിടെ വരണം? 7 മണി പറയണമെങ്കിൽ സൂചി എവിടെ വരണം? 7 വരണം. 20 സൂചിപ്പിക്കുന്ന നമ്പർ ഏതാ? 20നെ സൂചിപ്പിക്കുന്ന നമ്പർ 4 ആണ് അല്ലേ? 20നെ സൂചിപ്പിക്കുന്ന നമ്പർ 4 ആണ് അല്ലേ? അങ്ങനെയാണ് നമ്മൾ 7:20 എന്ന് പറയുന്നത്. 7:20 എന്ന് പറയുന്നത് ഇങ്ങനെ വരും. 4 നേരെ വന്നു കഴിഞ്ഞാൽ നമ്മൾ 20 എന്ന് പറയും. ഇവിടെ മണിക്കൂർ സൂചിയോ 7ലും. അപ്പോൾ നോക്കി 7ഉം 4ഉം രണ്ട് നമ്പർ കിട്ടിയല്ലോ. ഈ രണ്ട് നമ്പറിനെ തമ്മിൽ മൈനസ് ചെയ്യുക. 7 - 4 3. 7 - 4 3. അപ്പം മണിക്കൂറിനെ സൂചിപ്പിക്കുന്ന സംഖ്യ എഴുതി, മിനിറ്റിനെ സൂചിപ്പിക്കുന്ന സംഖ്യയും എഴുതി. മണിക്കൂറിനെ സൂചിപ്പിക്കുന്ന 7ഉം മിനിറ്റിനെ സൂചിപ്പിക്കുന്ന 4ഉം എഴുതി. അതിന് തമ്മിൽ മൈനസ് ചെയ്യുക. ആൻസർ 3 എന്ന് കിട്ടി. ഓക്കെ ആണോ? 3 എന്ന് ആൻസർ കിട്ടി. ഇനി കിട്ടിയ ആൻസറിനെ 30 കൊണ്ട് ഗുണിക്കുക. കിട്ടിയ ആൻസറിനെ 30 കൊണ്ട് ഗുണിക്കുമ്പോൾ 90 എന്ന് കിട്ടും. കിട്ടിയ ആൻസറിനെ 30 കൊണ്ട് ഗുണിക്കുമ്പോൾ 90 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യണം? ദേ മിനിറ്റിൻ്റെ പകുതി എടുക്കുക. ദേ മിനിറ്റ് നോക്കിയേ 20 അല്ലേ? 20 മിനിറ്റ് എത്ര? 20. 20ൻ്റെ പകുതി എടുക്കുക. 20ൻ്റെ പകുതി 10 അല്ലേ? 20ൻ്റെ പകുതി 10. ഇനി നോക്കിയേ, ഇവിടെ മണിക്കൂറിനെ സൂചിപ്പിക്കുന്ന 7ഉം മിനിറ്റിനെ സൂചിപ്പിക്കുന്ന സൂചി 4ഉമാണ് അല്ലേ? 7ഉം 4ഉമാണ്. നോക്കിയേ, മണിക്കൂറിൻ്റെ സൂചിയാണ് ഇവിടെ വലുത്. മണിക്കൂറിൻ്റെ സൂചിയാണ് വലുതെങ്കിൽ ഈ 90ൻ്റെ കൂടെ എന്ത് ചെയ്യുക? മിനിറ്റിൻ്റെ പകുതി കൂട്ടുക. 90ൻ്റെ കൂടെ മിനിറ്റിൻ്റെ പകുതി കൂട്ടുക. 100 എന്ന് കിട്ടും. ഓക്കെ ആണോ? അപ്പോൾ 7 4 ആ രണ്ട് സൂചികളിൽ നോക്കുക. വലിയ സൂചി എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു? മണിക്കൂറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇവിടെ നോക്കിയാൽ മണിക്കൂറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന 7 അല്ലേ വലുത്? 4നേക്കാൾ വലുതാണ് 7. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ കൂട്ടുക. 4നേക്കാൾ ചെറുതായിരുന്നു നമ്മുടെ ഹവേഴ്സ് എങ്കിൽ എന്ത് ചെയ്യണം? കുറയ്ക്കണം. സിമ്പിളാണല്ലോ. പറഞ്ഞാൽ മനസ്സിലായോ? എന്താ പറഞ്ഞാൽ 7:20 രണ്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സൂചി എവിടെയൊക്കെയാണെന്ന് നോക്കുക. 7ലും 4ലും. അത് തമ്മിൽ മൈനസ് ചെയ്യുക. 3 × 30 90. ഇനി നോക്കണം, 7 4 സൂചി നോക്കുക. മണിക്കൂറിൻ്റെ സൂചി മിനിറ്റിനേക്കാൾ വലുതാണെങ്കിൽ എന്ത് ചെയ്യുക? ഈ 90ൻ്റെ കൂടെ മിനിറ്റിൻ്റെ പകുതി കൂട്ടുക. ഓക്കെ ആണോ? രണ്ട് രീതി നോക്കിയല്ലോ. ഇനി നോക്കിയ ഒരു ക്ലാസ്സിലെ ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും ശരാശരി ഭാരം 40 ആണ്. 40 കിലോഗ്രാം ആണ്. ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും കൂടെ ശരാശരി ഭാരമാണ് അല്ലേ? അത്രയും വെച്ച് നമുക്കൊന്ന് ചെയ്തു നോക്കാം. അത്രയും മാത്രം ഒന്ന് ചെയ്ത് നോക്കിയേ. ശരാശരി ആവറേജ് എന്ന് വെച്ചാൽ എന്താ? ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ ആണ് അല്ലേ? ഇവിടെ ആവറേജ് തന്നിട്ടുണ്ട് 40 എന്ന് തന്നിട്ടുണ്ട്. ആവറേജ് 40 ആണ്. ഈക്വൽ ടു ടോട്ടൽ നമുക്കറിയില്ല. ഡിവൈഡഡ് ബൈ എണ്ണം എത്രയാ? ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണമാണ് അല്ലേ? ആൺകുട്ടികളും പെൺകുട്ടികളും കൂടെ ചേർന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം ചേർത്താണ് തന്നിരിക്കുന്നത്. ഇത്ര എഴുതിയല്ലോ. ഇനി നോക്കിയാൽ ആൺകുട്ടികളുടെ ശരാശരി 42 കിലോഗ്രാമും പെൺകുട്ടികളുടെ ശരാശരി 35 കിലോഗ്രാമുമാണ്. ആ ക്ലാസ്സിൽ 25 ആൺകുട്ടികളുണ്ടെങ്കിൽ പെൺകുട്ടികളുടെ എണ്ണം എത്ര? അപ്പോൾ ഇവിടെ നോക്കിയാൽ ആൺകുട്ടികളുടെ എണ്ണം ഞാൻ ബി എന്ന് എടുക്കുന്നു. ആ ബി എത്രയാ തന്നേക്കുന്നത്? 25 എന്ന് തന്നിട്ടുണ്ട്. പെൺകുട്ടികളുടെ എണ്ണത്തെ ഞാൻ ജി എന്ന് എടുക്കുന്നു. ഓക്കെ ആണല്ലോ? ഇത്രയും പറഞ്ഞാൽ ക്ലിയർ ആണല്ലോ? ആൺകുട്ടികളുടെ എണ്ണം 25, പെൺകുട്ടികളുടെ എണ്ണം ജി. ഇവിടെ നോക്കിയേ, ആൺകുട്ടികളുടെ ശരാശരി തന്നിട്ടുണ്ട് 42 അല്ലേ? 42 എന്ന് ശരാശരി തന്നിട്ടുണ്ട്. ഈക്വൽ ടു ശരാശരി കാണാനുള്ള ഇക്വേഷൻ ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ ആണ് അല്ലേ? 42 ശരാശരി തന്നിട്ടുണ്ട് ഈക്വൽ ടു ടോട്ടൽ അറിയില്ല. എന്ന് തന്നിട്ടുണ്ട് അല്ലേ? ബോയ്സിൻ്റെ എണ്ണം 25 ആണ്. ഇതിൽ നിന്ന് നമുക്ക് ടോട്ടൽ കണ്ടുപിടിക്കാമല്ലോ. ടോട്ടൽ ഈക്വൽ ടു 42 × 25.
ആൻസർ കിട്ടി 1050. 1050 എന്ന് ആൻസർ കിട്ടി 1050. ഇനി പെൺകുട്ടിയുടെ എണ്ണം നോക്കിയതേ, പെൺകുട്ടിയുടെ ശരാശരി 35 അല്ലേ, 35 ശരാശരി. ഈക്വൽ ടു ഇവിടുത്തെ ടോട്ടൽ അറിയില്ല, ഡിവൈഡ് ബൈ നമ്പർ എത്രയാ, നമ്പർ അറിയില്ല, അതിനെ ജി എന്ന് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ എന്ന് പറയുന്നത് 35 ഇൻറ്റു ജി ആയിരിക്കും. 35 ഇൻറ്റു ജി ആയിരിക്കും. ഓക്കെ, ആൺകുട്ടികളുടെ മുഴുവൻ വെയിറ്റ് കിട്ടി, പെൺകുട്ടികളുടെ മുഴുവൻ വെയിറ്റ് കിട്ടി. ഇതാണ് ആൺകുട്ടികളുടെ മുഴുവൻ വെയിറ്റ്, ഇത് പെൺകുട്ടികളുടെ മുഴുവൻ വെയിറ്റ്. അപ്പോൾ ഈ രണ്ട് വെയിറ്റും കൂടെ കൂട്ടുന്നതായിരിക്കും ടോട്ടൽ വെയിറ്റ് അല്ലേ. ഇവിടുത്തെ ടി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ രണ്ട് വെയിറ്റും കൂടെ കൂട്ടുന്നതായിരിക്കും. അതുകൊണ്ട് ഞാൻ അവിടെ ഇതിനെ ഞാൻ ഒന്നും കൂടെ എഴുതുന്നു, 40 ഇൻറ്റു ഇവിടുത്തെ ബോയ്സിൻ്റെ എണ്ണം എത്ര, 25 അല്ലേ, 25 പ്ലസ് ജി ഈക്വൽ ടു ടോട്ടൽ എന്ന് കിട്ടി. ഓക്കെ ആണോ? ഇത്രയും നമ്മൾ ചെയ്ത് വെക്കുക. ഇത്രയും ചെയ്തല്ലോ. ഇനി ഇവിടെ നോക്കിയേ, ഇത് മൊത്തം കൂടെ ഒന്ന് നമ്മൾ സം ചെയ്യാൻ പോകെ. നോക്കിയേ, 40 ഇൻറ്റു 25 1000 എന്ന് കിട്ടി. 1000 പ്ലസ് 40 ഇൻറ്റു ജി 40 ഈക്വൽ ടു ടോട്ടലാണ് അല്ലേ, ടോട്ടൽ വെയിറ്റ് ആണ്. ടോട്ടൽ വെയിറ്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ബോയ്സിൻ്റെ ടോട്ടലും ഗേൾസിൻ്റെ ടോട്ടലും കൂടെ കൂട്ടണം അല്ലേ. ബോയ്സിൻ്റെ ടോട്ടൽ വെയിറ്റും ഗേൾസിൻ്റെ ടോട്ടൽ വെയിറ്റും കൂടെ കൂട്ടിയാൽ മാത്രമേ നമുക്ക് എല്ലാവരുടെയും കൂടെ ടോട്ടൽ വെയിറ്റ് കിട്ടത്തുള്ളൂ. എല്ലാവരുടെയും കൂടെ ടോട്ടൽ വെയിറ്റ് കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഇത് 1050 ഇത് ബോയ്സിൻ്റെ ടോട്ടൽ വെയിറ്റ് ആണ്, പ്ലസ് ഗേൾസിൻ്റെ എത്ര, 35 ജി. അതിൽ നിന്നും ദേ ഇങ്ങോട്ട് നോക്കിയേ, ഈ 35 ജിയെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു, ഈ 1000 ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെയാണെങ്കിൽ ദേ നോക്കിയേ, 40 ജി പ്ലസ് 35 ജി ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് 35 ജി ഈക്വൽ ടു 1050 ഇവിടെ കിടപ്പുണ്ട്. ഈ പ്ലസ് 1000 ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് 1000 ആയി. ആൻസർ എത്ര കിട്ടും നമുക്ക്, 40 ജി മൈനസ് 35 ജി 5 ജി എന്ന് കിട്ടിയോ അല്ലേ. 5 ജി ഈക്വൽ ടു 1050 മൈനസ് 1000 50 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ജി ഈക്വൽ ടു 50 ഡിവൈഡ് ബൈ 5 10 എന്ന് കിട്ടി. 10 എന്ന് ആൻസർ കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എത്രയാണ്, ഗേൾസിൻ്റെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്, ജി ആണ് നമ്മൾ ഗേൾസിൻ്റെ എണ്ണമായിട്ട് എടുത്തിരിക്കുന്നത്. ആ ഗേൾസിൻ്റെ എണ്ണം എത്ര കിട്ടി നമുക്ക്, 10 എന്ന് കിട്ടി. ഗേൾസിൻ്റെ എണ്ണം 10 എന്ന് കിട്ടി. ക്ലിയർ ആണോ? ഓപ്ഷൻ ബി ആയിട്ടാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന 10 എന്നുള്ളത്. ആ 10 ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരാൾ എക്സിൽ നിന്നും വൈയിലേക്ക് നോക്കി. ഇവിടെ എക്സ്, ഇവിടെ 2 പോയിന്റ് കൊടുക്കുക. ഇത് എക്സ്, ഇത് വൈ. ഒരാൾ എക്സിൽ നിന്നും വൈയിലേക്ക് മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗത്തിലാണ് പോയത്. മണിക്കൂറിൽ 30 കിലോമീറ്റർ പെർ ഹവർ വേഗത്തിൽ പോയി. തിരികെ മണിക്കൂറിൽ 20 കിലോമീറ്റർ, അങ്ങോട്ട് പോയപ്പോൾ 30 കിലോമീറ്റർ സ്പീഡിലും തിരിച്ചു വന്നത് 20 കിലോമീറ്റർ പെർ ഹവർ സ്പീഡിലുമാണ് വന്നത്. ആകെ 10 മണിക്കൂർ യാത്രയാണ് വേണ്ടത്. ആകെ 10 മണിക്കൂർ സമയമാണ് യാത്രയ്ക്ക് എടുത്തതെങ്കിൽ എക്സിൽ നിന്നും വൈയിലേക്കുള്ള ദൂരം എന്താണ്? ആദ്യമേ സ്പീഡ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താ, സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. നമ്മുടെ അടുത്ത് ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടി അല്ലേ, സ്പീഡ് ഇൻറ്റു ടൈം. ഇത്രയും കാര്യം മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി ഇവിടെ നോക്കിയേ, ഈ എക്സിൽ നിന്നും വൈയിലേക്ക് ആദ്യമേ അങ്ങോട്ട് പോയി അല്ലേ, അങ്ങോട്ട് പോയ ആ സ്പീഡ് 30 കിലോമീറ്റർ പെർ ഹവർ ആണ്. എക്സിൽ നിന്നും വൈയിലേക്ക് പോയ സ്പീഡ് എന്ന് പറയുന്നത് 30 കിലോമീറ്റർ പെർ ഹവർ ആണ് അല്ലേ. അവിടുത്തെ ടൈം നമുക്കറിയില്ല. ആ ടൈമിനെ ഞാൻ എക്സ് എന്ന് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതേ നോക്കിയേ, സ്പീഡ് ഇൻറ്റു എക്സ് അല്ലെങ്കിൽ സ്പീഡ് ഇൻറ്റു ടൈം നമുക്ക് എന്ത് കിട്ടും, ഡിസ്റ്റൻസ് കിട്ടും അല്ലേ. സ്പീഡ് ഇൻറ്റു ടൈം നമുക്ക് ഡിസ്റ്റൻസ് കിട്ടും. 30 കിലോമീറ്റർ പെർ ഹവർ എന്ന് പറയുന്ന സ്പീഡാണ്. നമുക്ക് അങ്ങോട്ട് പോകേണ്ട സമയം എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ 30 കിലോമീറ്റർ പെർ ഹവർ ഇൻറ്റു എക്സ് നമുക്ക് എത്ര കിട്ടും, ഡിസ്റ്റൻസ് കിട്ടും അല്ലേ. ഡിസ്റ്റൻസ് കിട്ടും, എക്സ് മുതൽ വൈ വരെയുള്ള ഡിസ്റ്റൻസ് കിട്ടും. ഇതേ തിരിച്ചു നോക്കിയേ, വൈയിൽ നിന്നും ഇനി എക്സിലേക്ക് വരിക, വൈയിൽ നിന്നും തിരിച്ച് എക്സിലേക്ക് വരികയാണ്. എത്ര കിലോമീറ്റർ പെർ ഹവറിലാണ്, 20 കിലോമീറ്റർ പെർ ഹവർ സ്പീഡിലാണ് വരുന്നത്. എത്ര സമയം കൊണ്ട് ഇവിടെ എത്തി, മൊത്തം 10 മണിക്കൂർ എടുത്തു. അതിന് അങ്ങോട്ട് പോയപ്പോൾ എക്സ് ടൈം എടുത്തെങ്കിൽ തിരിച്ചു വരാനെടുത്ത സമയം എന്തായിരിക്കും, 10 മൈനസ് എക്സ് ആയിരിക്കും അല്ലേ. 10 മൈനസ് എക്സ് ആയിരിക്കും തിരിച്ചു വരാനെടുത്ത സമയം, 10 മൈനസ് എക്സ്. ഓക്കെ, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ പോകാൻ 10 മണിക്കൂർ എടുത്തു. ഇനി നമ്മൾ പറഞ്ഞു അങ്ങോട്ട് പോകാൻ എക്സ് മണിക്കൂർ എടുത്തെങ്കിൽ തിരിച്ചു വരാൻ 10 മൈനസ് എക്സ് മണിക്കൂർ എടുക്കും. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോഴും അവിടുത്തെ ഡിസ്റ്റൻസ് കിട്ടും. നമുക്കറിയാം എക്സിൽ നിന്നും വൈയിലോട്ടുള്ള ഡിസ്റ്റൻസും വൈയിൽ നിന്ന് തിരിച്ച് എക്സിലേക്കുള്ള ഡിസ്റ്റൻസും എന്താണ്, സെയിം ആണ്, ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ,
30x 30x ഈക്വൽ ടു, ഇത് രണ്ടിനെയും കൂടെ ഈക്വൽ ഇട്ട് എഴുതാം, കാരണം രണ്ടിലേക്കുമുള്ള ഡിസ്റ്റൻസ് എന്താണ്, സെയിം ആണ്. നോക്കിയേ, ഇത് അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ഈ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്, ഇത് തിരിച്ചുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, 20 × 10 200 മൈനസ് 20 × x 20x. ഓക്കെ ആണോ? ഇനി 20x മൈനസ് 20xനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു, അപ്പോൾ അത് പ്ലസ് 20x ആവും. അങ്ങനെ 30 + 20x 50x ആവും. 50x ഈക്വൽ ടു 200. അങ്ങനെയാണെങ്കിൽ x ഈക്വൽ ടു 200 ഡിവൈഡഡ് ബൈ 50. 0 0 ക്യാൻസൽ ചെയ്തു. ആൻസർ എത്ര കിട്ടി? 4 എന്ന് കിട്ടി. ആൻസർ 4 മണിക്കൂർ. ഓക്കെ, 4 മണിക്കൂർ കൊണ്ട് നമുക്ക് എക്സ് എന്ന് പറയുന്നത് 4 മണിക്കൂറാണെന്ന് കിട്ടി. എക്സ് എന്ന് പറഞ്ഞാൽ 4 മണിക്കൂർ. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങോട്ട് പോകാനെടുത്ത സമയമാണ് എക്സ്. അങ്ങോട്ട് പോകാനെടുത്ത സമയം, എക്സിൽ നിന്നും വൈയിലേക്ക് പോകാനെടുത്ത സമയമാണ് എക്സ് എന്ന് നമ്മൾ എടുത്തേക്കുന്നത്. നമ്മുടെ ചോദിച്ചേക്കുന്നത് എന്തുവാ? എക്സിൽ നിന്നും വൈയിലേക്കുള്ള ദൂരമാണ് ചോദിച്ചിരിക്കുന്നത്, ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് ഓർത്ത് വെച്ചേക്കുക. നമ്മളിപ്പം കണ്ടുപിടിച്ചത് എന്താ? ടൈമാണ് അല്ലേ. ഇനി നോക്കിയേ, ഇവിടെ നോക്കിയേ, എക്സിൽ നിന്നും വൈയിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്ര? 30 കിലോമീറ്റർ ഇൻറ്റു എക്സ്. 30 കിലോമീറ്റർ ഇൻറ്റു എക്സ് ആണ് ഡിസ്റ്റൻസ്. എക്സിൽ നിന്നും വൈയിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 30 കിലോമീറ്റർ ഇൻറ്റു എക്സ്, അതായത് 30 ഇൻറ്റു ഇവിടെ എക്സ് എത്ര കിട്ടി? 4 കിട്ടി അല്ലേ. 3 4 12, 120 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ്. ക്ലിയർ ആണോ? ആദ്യമേ എക്സാക്ട് നമുക്ക് കിട്ടുന്നത് മണിക്കൂറാണ്. 4 മണിക്കൂർ സമയം എടുത്തു. ഇനി എന്താ പറയുന്നത്? എക്സിൽ നിന്നും വൈയിലേക്കുള്ള ദൂരം കണ്ടുപിടിക്കണം. എക്സിൽ നിന്നും വൈയിലേക്കുള്ള ദൂരം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 30x. ആ എക്സിൻ്റെ വാല്യൂ അവിടെ കൊണ്ടിട്ട് കൊടുക്കുക. ക്ലിയർ ആണോ? ഇതേ അടുത്ത് നോക്കിയേ, രമേശും അനന്തവും കൂടി ഒരുമിച്ച്, ഒരുപാട് നമ്മൾ ചെയ്ത കണക്കാണ്. രമേശും അനന്തവും കൂടി ഒരുമിച്ച് ഒരു ജോലി ചെയ്യാൻ 6 ദിവസം കൊണ്ടും ചെയ്തു തീർത്തു. അതേ ജോലി രമേശ് 9 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുകയാണെങ്കിൽ അനന്തുവിന് ആ ജോലി ചെയ്തു തീർക്കാൻ എത്ര ദിവസം വേണം? ഏതാ ഇക്വേഷൻ? XY ഡിവൈഡ് ബൈ x മൈനസ് y. ഒരുപാട് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇക്വേഷൻ മാത്രം പറഞ്ഞു പോവുകയാണ്. ഇത് XY എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 × 9 അല്ലേ. x മൈനസ് y എന്ന് വെച്ചാൽ 9 മൈനസ് 6. 6 × 9 എത്ര കിട്ടും? 54 എന്ന് കിട്ടും. 54 ഡിവൈഡഡ് ബൈ 3. 54 ഡിവൈഡ് ബൈ 3 18 ദിവസം എടുക്കും. ഓപ്ഷൻ ഡി. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, 40 20 20 40 20 20 30 60 എക്സ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ദേ നോക്കിയേ, 40 20 20 20 30 60 അടുത്ത സംഖ്യ കണ്ടുപിടിക്കണം. നോക്കിയേ, ഇത് തമ്മിലുള്ള പ്രത്യേകത 40ൻ്റെ പകുതിയാണ് 20 അല്ലേ. 40ൻ്റെ പകുതിയാണ്. അതിനെനിക്ക് ഇതായി ഞാൻ ഇങ്ങനെ എഴുതി. ഇതേ നോക്കിക്കേ, 40 ഇൻറ്റു 40ൻ്റെ പകുതിക്ക് എടുക്കുന്നതിന് പകരം ഞാൻ 1/2, 40 ഇൻറ്റു 1/2, അതാണല്ലോ 40ൻ്റെ പകുതി. 40 ഇൻറ്റു 1/2 നമുക്ക് എത്ര കിട്ടും? 20 എന്ന് കിട്ടും. ഇനി നോക്കിയേ, 20 20 മാറ്റമൊന്നുമില്ല. അതായത് ഞാൻ പറയുന്നു 20 ഇൻറ്റു 1 ചെയ്തു. 20 ഇൻറ്റു 1 ചെയ്തു. 20 ഇൻറ്റു 1. ഇതേ നോക്കിയേ, ഇവിടെ 1/2 അല്ലേ. ഇവിടെ പകുതി എടുത്ത് ഗുണിച്ചു. ഇവിടെ പകുതി കൊണ്ട് ഗുണിച്ചു. ആദ്യത്തെ നമ്പറിനെ പകുതി കൊണ്ട് ഗുണിച്ചു, അതായത് 1/2 വെച്ച് ഗുണിച്ചു. അടുത്ത നമ്പർ നോക്കിയേ, അടുത്ത നമ്പറിനെ എന്ത് ചെയ്തു? 1 വെച്ച് ഗുണിച്ചു. ആദ്യം പകുതി വെച്ച് ഗുണിച്ചു, പിന്നെ 1 വെച്ച് ഗുണിച്ചു. ഈ 1ന് ഞാൻ അത് എങ്ങനെ എഴുതുവാണെന്ന് വിചാരിച്ചു, 2/2 എന്ന് എഴുതുക. അതായത് 2/2 എന്ന് പറയുന്നതും 1 തന്നെയല്ലേ. അതുകൊണ്ട് 2/2 കൊണ്ട് ഗുണിച്ചു എന്ന് ഞാൻ പറയുന്നു. 2/2 കൊണ്ട് ഗുണിച്ചു. അടുത്ത നോക്കിയേ, ദേ 20 30. 20നെ 30 ആകണമെങ്കിൽ ഞാൻ 3/2 കൊണ്ട് ഗുണിക്കുന്നു. കണ്ടോ പ്രത്യേകത കണ്ടോ? 1/2 കൊണ്ട് ഗുണിച്ചു, 2/2 കൊണ്ട് ഗുണിക്കുന്നു, 3/2 കൊണ്ട് ഗുണിക്കുന്നു. നോക്കി, 20 × 3/2, 20 × 3/2, 2ഉം 2ഉം ക്യാൻസൽ ചെയ്തു 10 എന്ന് കിട്ടി. 10 × 30 30. കണ്ടോ? ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, 1/2 കൊണ്ട് ഗുണിച്ചു, 2/2 കൊണ്ട് ഗുണിച്ചു, 3/2 കൊണ്ട് ഗുണിച്ചു. ഇവിടെ എന്തായിരിക്കും? 4/2 കൊണ്ട് ഗുണിക്കും. 4/2 അതായത് 2 കൊണ്ട് ഗുണിക്കും. 4/2 മീൻസ് എന്താ? 4/2 2 ആണ് ആൻസർ അല്ലേ. എന്ന് വെച്ചാൽ 30നെ 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 60 കിട്ടും. ശരിയാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പർ കിട്ടണമെങ്കിൽ എന്തുകൊണ്ട് ഗുണിക്കണം? 60നെ ഏത് നമ്പർ കൊണ്ട് ഗുണിക്കണം? 5/2 കൊണ്ട് ഗുണിക്കണം അല്ലേ. 5/2 കൊണ്ടൊന്ന് ഗുണിച്ച് നോക്കിയാൽ 60 × 5/2, താഴെയുള്ള ഡിനോമിനേറ്ററിലുള്ള 2ഉം 60യും കൂടെ വെട്ടാം. എത്ര കിട്ടും? 30 എന്ന് കിട്ടും അല്ലേ. 30 × 5 I 3 15, 150 എന്ന് ആൻസർ കിട്ടും. I 3 15, 150. ഓപ്ഷൻ ബി. ക്ലിയർ ആണോ പറഞ്ഞത്? മനസ്സിലായോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഹെഡ് എന്ന വാക്കിന് JHEI എന്ന് എഴുതിയാൽ, ഹെഡ് എന്നുള്ളതിനെ
എന്തെഴുതിയേ JHEI എന്നെഴുതിയാൽ നോസ് എന്നുള്ളതിനെ എങ്ങനെ എഴുതാം? നോസ് എന്നുള്ളതിനെ എങ്ങനെ എഴുതാം? ഇതേ നോക്കിയേ, HJ ABCD ഒന്ന് ചൊല്ലി നോക്കിയേ, HIJ എന്നാ അല്ലേ, IJ എന്നാ. ഒരാളെ കളഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ഒരാളെ വിട്ടിട്ടാണ് ജെ എഴുതിയേക്കുന്നത് അല്ലേ, അതുകൊണ്ട് നമുക്ക് +1 എന്ന് കൊടുക്കാം. ഒരാളെ കളഞ്ഞിട്ടാണ് എഴുതിയേക്കുന്നത്. അതേപോലെ ഇവിടെ അങ്ങനെ ആണെങ്കിൽ ഇവിടെ നമുക്ക് പറയാം N കഴിഞ്ഞ് O കഴിഞ്ഞിട്ട് നമ്മൾ P എന്ന് പറയുന്ന ഒരാളെ ചേർക്കുന്നു. O കഴിഞ്ഞിട്ട് P ഇതേന്നു. ഓക്കെ ആണോ? പറഞ്ഞ മനസ്സിലായോ? ആദ്യത്തെ അക്ഷരമായ എച്ചും ജെയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് H കഴിഞ്ഞ് I കഴിഞ്ഞിട്ട് J, ഒരാളെ ക്യാൻസൽ ചെയ്തിട്ട് എഴുതി. അതേപോലെ O കഴിഞ്ഞിട്ട് P എഴുതി. ക്ലിയർ ആണോ? നോക്കിയേ, E കഴിഞ്ഞിട്ട് FGH, 2 പേരെ കളഞ്ഞു അല്ലേ, 2 പേര് കഴിഞ്ഞിട്ടാണ് H എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓടെ സ്ഥാനത്തും പറയാമല്ലോ, 2 പേര് കഴിഞ്ഞുള്ള ലെറ്റർ എഴുതണം. O കഴിഞ്ഞ് O P Q R. അപ്പോൾ നമ്മളിവിടെ ആരെഴുതും? ആറിനെ എഴുതി. ക്ലിയർ ആണല്ലോ? ഇനി നോക്കി, A മുതൽ E വരെ ABCD അല്ലേ, 3 പേരെ കളഞ്ഞു. D കഴിഞ്ഞു E എഴുതി, 3 പേരെ കളഞ്ഞിട്ട് എഴുതി. അങ്ങനെയാണെങ്കിൽ ഇത് നോക്കി, STUVW 3 പേരെ കളയണം അല്ലേ, 3 പേരെ കളഞ്ഞിട്ട് ആരെ എഴുതുന്നു? ഡബ്ല്യുവിനെ എഴുതുന്നു. അടുത്ത നോക്കി, DEFGHI അല്ലേ, 4 പേരെ കളഞ്ഞു. 4 പേരെ കളഞ്ഞിട്ട് എഴുതുന്നു. 4 പേര് കഴിഞ്ഞിട്ട് എഴുതുന്നു. അങ്ങനെയാണെങ്കിൽ ഇതേ നോക്കിയേ, E കഴിഞ്ഞിട്ട് FGHIJ എഴുതുന്നു. J. ക്ലിയർ ആണോ? പറഞ്ഞേ ക്ലിയർ ആണല്ലോ? ഓക്കെ, നമ്മുടെ ആൻസർ ഏതാ? PRWJ ഓപ്ഷൻ C. അത് നോക്കിയേ, ഒരു തിരഞ്ഞെടുപ്പിൽ 2 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. 2 പേരും മത്സരിച്ചു, എയും ബിയും. അതിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ഒരാൾക്ക് 48% വോട്ട് ലഭിച്ചു എങ്കിലും അയാൾ 256 വോട്ടിന് തോറ്റുപോയി. 256 വോട്ടിന് തോറ്റുപോയി. അതായത് എക്ക് 256 വോട്ടിന് എ പരാജയപ്പെട്ടെങ്കിൽ അതിനർത്ഥം എന്താ? ബിക്ക് എയേക്കാൾ 256 വോട്ടുകൾ കൂടുതലാണ്. ബിക്ക് എയേക്കാൾ 256 വോട്ട് കൂടുതലാണ് എന്നാണ് അർത്ഥം അല്ലേ? ഓക്കെ, അതവിടെ വെച്ചേക്കുക. ഇതേ 48% എക്ക് കിട്ടിയെങ്കിൽ ബാക്കി 52% മാർക്ക് കിട്ടിയേക്കുന്നത് ബിക്കാണ് കിട്ടിയേക്കുന്നത്. ബാക്കി 52% ബിക്ക് കിട്ടി അല്ലേ? നോക്കിയേ, എയേക്കാൾ എത്ര ശതമാനം കൂടുതലാണ് ബിക്ക്? എയേക്കാൾ എത്ര ശതമാനം കൂടുതലാണ് ബിക്ക്? 52 - 48 4% അല്ലേ? 4% മാർക്ക് കൂടുതലാണ് ബിക്ക് കൂടുതലാണ്. എയേക്കാൾ 4% ആർക്ക് കൂടുതലാണ്? ബിക്ക് കൂടുതലാണ്. ആ 4% ഇവിടെ കൊടുത്തിരിക്കുന്നത് 256 അല്ലേ? എ 256 വോട്ടിന് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയേക്കാൾ 256 വോട്ട് കൂടുതൽ ആർക്കുണ്ട്? ബിക്കുണ്ട്. അതായത് എയുടെ ശതമാനം 48 ആണെങ്കിൽ അതിനേക്കാൾ 4% കൂടുതൽ ബിക്കുണ്ട്. അതായത് 4% ഇവിടുത്തെ 256 എന്ന് പറയുന്നത്. 256 എന്ന് പറയുന്നത് 4% ആകെ വോട്ടർമാരുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. ആകെ വോട്ടർമാരുടെ എണ്ണം ഇതേ നോക്കിയാൽ നമ്മൾ എപ്പോഴും പറയുന്നൊരു ഇക്വേഷൻ എന്താ? ഒരു സംഖ്യയുടെ A% B ആയാൽ സംഖ്യ കാണാൻ എന്ത് ചെയ്യണം? B/A × 100 ചെയ്യണം അല്ലേ? B/A × 100. അതേപോലെ ഇവിടെ നോക്കിയേ, B എന്ന് പറയുന്നത് 256 ആണ്, ഡിവൈഡഡ് ബൈ 4 × 100. മനസ്സിലായോ? ഇവിടെ 4ഉം 100ഉം കൂടെ ക്യാൻസൽ ചെയ്യുന്നു, 25 എന്ന് കിട്ടുന്നു. ഓക്കെ, 256 × 25 6400 എന്ന ആൻസർ കിട്ടും. 6400 എന്ന ആൻസർ കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു നിശ്ചിത തുകയ്ക്ക് 2 വർഷത്തെ കൂട്ടുപലിശ 315 രൂപയും അതേ തുകയ്ക്ക് സാധാരണ പലിശ 300 രൂപയും ആണെങ്കിൽ വാർഷിക പലിശ നിരക്ക് എത്രയായിരിക്കും? ഇതേ നോക്കിയേ, സെയിം തുകയാണ്. ഇവിടെ പിക്ക് മാറ്റമില്ല, തുകയ്ക്ക് മാറ്റമില്ല, വർഷത്തിനും മാറ്റമില്ല. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? കൂട്ടുപലിശ 315 രൂപയും അത് കൂട്ടുപലിശ രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ പലിശയായിട്ട് 315 രൂപയും കിട്ടും. സാധാരണ പലിശയായിട്ട് ഇട്ട് കഴിഞ്ഞാൽ 300 രൂപയും ലഭിക്കും
ചോദിക്കുമെങ്കിൽ അവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് കാണേണ്ടത്, പലിശ നിരക്ക് കാണണം. നമ്മളിത് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. പലിശ നിരക്ക് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ പലിശ നിരക്ക് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇത് തമ്മിലുള്ള വ്യത്യാസം ആദ്യം എഴുതണം. എന്ത് ചെയ്യണം? ആദ്യം 300ഉം 315ഉം കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം എഴുതുക. എത്ര? 315ൽ നിന്നും 300 കുറയ്ക്കുക, ആൻസർ 15 എന്ന് കിട്ടും അല്ലേ. ഇനി എന്ത് ചെയ്യുക? ഡിവൈഡഡ് ബൈ സാധാരണ പലിശയുടെ പകുതി എടുക്കണം. സാധാരണ പലിശയുടെ പകുതി, സാധാരണ പലിശ എന്ന് വെച്ചാൽ 300 രൂപയാണ്, അതിൻ്റെ പകുതി എടുക്കുക 150 ഇൻറ്റു 100, ഇത്രയും ചെയ്താൽ മതി. ക്ലിയർ ആണോ പറഞ്ഞത്? എന്താ പറഞ്ഞത്? പലിശയും കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം എഴുതുക, ഡിവൈഡഡ് ബൈ സാധാരണ പലിശയുടെ പകുതി എഴുതുക, ഇൻറ്റു 100. നോക്കിയേ 0 ക്യാൻസൽ ചെയ്തു, 15ഉം 15ഉം ക്യാൻസലായി, ആൻസർ എത്ര കിട്ടും? 10% എന്ന് കിട്ടും, ഓപ്ഷൻ ബി. ക്ലിയർ ആണോ? അപ്പോൾ ഇന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ്റെ മുഴുവനും നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പുതിയൊരു ക്ലാസ്സിലുമായിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നിടം വരെ ബൈ.